ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ചാനലിനെ പറ്റിയിട്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു ചാനലാണ്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള, വിവാദങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചാനലായതുകൊണ്ട് തന്നെ ഏവർക്കും അറിയാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ചാനലിൽ ഒരു അച്ഛനും അമ്മയും 4 മക്കളുമാണുള്ളത്. ആ 4 മക്കളും ഈ അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ചാനൽ കൊണ്ടുപോകുന്നത്. അച്ഛനും അമ്മയും മക്കളും അവരുടെ നല്ല നിമിഷങ്ങളും സന്തോഷങ്ങളും അതേപോലെ തന്നെ അവരുടെ വിഷമങ്ങളും പിന്നെ കുറച്ച് പാചകങ്ങളും ഒക്കെയാണ് നമ്മളുമായിട്ട് ആ ചാനൽ വഴി ഷെയർ ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ അച്ഛനും അമ്മയ്ക്കും 2 മുതിർന്ന പെൺമക്കളും 2 വളരെ ചെറിയ കുട്ടികളുമാണുള്ളത്. അപ്പോൾ ഈ മുതിർന്ന പെൺമക്കളിൽ ഒരു മകൾ കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുന്നിലത്തെ വർഷമോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു പയ്യനുമായിട്ട് ഒളിച്ചോടിപ്പോയി. ആ കുട്ടിയുടെ കല്യാണം ഒരു പയ്യനുമായിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം ഈ കുട്ടി വേറൊരു പയ്യനുമായിട്ട് ഒളിച്ചോടിപ്പോയി. അപ്പം ഈ അച്ഛനും അമ്മയും വരുന്നിരുന്നിട്ട് കരയുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ആ മകളെ ഇനി സ്വീകരിക്കില്ല, ആ മകൾ ഞങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ട് വേറൊരു പയ്യൻ്റെ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം കരയുകയൊക്കെ ചെയ്യുന്നതിന് ശേഷം ആ മകളും മരുമകനും ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് വന്നപ്പോൾ സ്നേഹത്തോടെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പറയുന്നതല്ല ഇവർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ ഇവർക്കെതിരെ വന്നിരുന്നു. ഇല്ലെങ്കിൽ ഇവരുടെ മക്കളെ വേഗം കല്യാണം കഴിച്ചു വിടാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ള പല രീതിയിലുള്ള വിമർശനങ്ങളും ഈ അച്ഛനും അമ്മയും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയുടെയും മക്കളുടെ ഇഷ്ടമാണ് ഇപ്പം കല്യാണം കഴിക്കണം എന്നൊക്കെ ഉള്ളത്. അതിനകത്തൊന്നും നമുക്ക് ആർക്കും ഒരു ചോദ്യം ചെയ്യേണ്ട കാര്യമോ ഇല്ലെങ്കിൽ അതിനകത്തൊന്നും ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അച്ഛനും മക്കൾക്കും ആ ഒരു കാര്യത്തിൽ താല്പര്യമാണെങ്കിൽ അവർ കല്യാണം കഴിച്ച് പോകുന്നതിനകത്ത് നമുക്ക് കുഴപ്പം ഒന്നും പറയാനായിട്ടില്ല. കാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരുടെ മക്കളെ എപ്പോൾ കല്യാണം കഴിച്ച് വിടണമെന്നുള്ളത്. പിന്നെ വിദ്യാഭ്യാസം, ചില മക്കൾക്ക് പഠിക്കാനായിട്ടൊന്നുമുള്ളൊരു താല്പര്യം കാണത്തില്ല, അപ്പം കല്യാണം കഴിക്കാനായിരിക്കും ചിലപ്പം ചിലർക്ക് ആഗ്രഹം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നതിനകത്തൊന്നും നമുക്ക് മോശമോ അല്ലെങ്കിൽ നമുക്ക് അവരെ ചോദ്യം ചെയ്യേണ്ട ഒന്നും കാര്യമില്ല, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ഇവരുടെ കുടുംബത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് കഴിയത്തില്ല. ഇവർ തന്നെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഇട്ട് തരികയാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വിമർശനം നടത്തുകയോ അതിനെതിരെ എന്തെങ്കിലും പറയുകയോ ചെയ്യുമ്പോൾ ഇവർ വളരെയധികം ആക്രോശിച്ച് അല്ലെങ്കിൽ വളരെയധികം ദേഷ്യപ്പെട്ട് വീഡിയോസ് ചെയ്യുന്നതായിട്ടും കാണാം. ഇപ്പം രണ്ടാമത് ഇവരുടെ ഒരു കുട്ടിയെ ഇവർ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ കുട്ടിയും വളരെ ചെറിയൊരു കുട്ടിയാണ്, 18-19 വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം. ആ കുട്ടിക്കും ചിലപ്പം പഠിക്കാനായിട്ട് താല്പര്യം കാണത്തില്ല, കല്യാണം കഴിച്ച് വിടാനെന്ന് പറഞ്ഞപ്പം അതിന് താല്പര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ സമ്മതത്തോട് തന്നെ, അത് ലവ് മാരേജ് ഒന്നുമല്ല, അവർ തന്നെ അറേഞ്ച് ചെയ്ത ഒരു മാരേജ് തന്നെയാണ്. ഒരു പയ്യനുമായിട്ട് കല്യാണമൊക്കെ ഫിക്സ് ചെയ്തു, അതേപോലെ തന്നെ എൻഗേജ്മെൻറ്റും നടത്തി നല്ല രീതിയിൽ അവരുടെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതാണ്. അത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു, അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ. നല്ലൊരു പയ്യനെ തന്നെയാണ് അവർ സെലക്ട് ചെയ്തത്, നല്ലൊരു കുടുംബത്തിലോട്ട് തന്നെയാണ് ആ കുട്ടിയെ അവർ പറഞ്ഞയക്കാനായിട്ടൊക്കെ ഇരുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കേൾക്കുന്നു ആ കുട്ടി ഒളിച്ചോടിപ്പോയി എന്നുള്ളത്. ഒളിച്ചോടിപ്പോയത് മറ്റാരുമായിട്ടല്ല, ഈ കല്യാണം ഫിക്സ് ചെയ്ത് വെച്ച എൻഗേജ്മെൻറ്റ് കഴിച്ച ആ പയ്യനുമായിട്ട് തന്നെയാണ് ആ കുട്ടി ഒളിച്ചോടിയെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലാകാത്തത്, ഒളിച്ചോട്ടത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ കാണിക്കുന്നത്? മനുഷ്യർക്ക് ഇവരെ വിമർശിക്കാനും ഇല്ലേ ഒരു വിവാദം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഇവർ തന്നെ എന്തിനാണ് ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും എൻഗേജ്മെൻറ്റ് നല്ല രീതിക്ക് കഴിഞ്ഞു. ആ കുട്ടിയെ ആ പയ്യൻ്റെ വീട്ടുകാർക്ക് വളരെയധികം ഇഷ്ടമാണ്, വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ള പേരൻസാണ് ആ പയ്യനുള്ളത്. ആ കുട്ടിയെ സ്വീകരിക്കാൻ അവരുടെ വീട്ടുകാർക്കും അവരുടെ ബന്ധുക്കൾക്കും എല്ലാം വളരെ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഒളിച്ചോട്ടത്തിൻ്റെ ആവശ്യമേ ഇല്ലല്ലോ. ഈ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതൊക്കെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. ഇല്ലെങ്കിൽ ആ കുട്ടിയെ ഇപ്പോൾ അവർ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചതുപോലെ തന്നെ എല്ലാവരും കൂടെ നിന്ന്, 2 വീട്ടുകാരും നിന്ന് ഒരു ക്ഷേത്രത്തിൽ പോയി താലി കെട്ടിച്ചിട്ട് ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾക്ക് കൂടുതൽ ആഡംബരത്തിൽ കല്യാണം കഴിക്കാനായിട്ടുള്ള ഒരു സാമ്പത്തിക ശേഷി ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം അവരെ വിവാഹം കഴിപ്പിച്ചു, അല്ലെങ്കിൽ താലി ചാർത്തിപ്പിച്ചു, ഇനി പിന്നീട് പാർട്ടി ഉണ്ടാകുമെന്ന് വല്ലതും പറഞ്ഞാൽ പോരെ? അത് 2 കൂട്ടരും ഇഷ്ടമുണ്ടെങ്കിൽ അത് 2 കൂട്ടരും കൂടെ അത് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്താൽ പോരായിരുന്നോ? ഇതിപ്പം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ കുട്ടി ഒളിച്ചോടിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷനാണ്. എന്തൊക്കെയാണ് ഇവർ പറയുന്നത്, എന്തൊക്കെയാണ് ഇവരുടെയൊക്കെ കുടുംബങ്ങളിൽ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഇങ്ങനെയുള്ള വിവാദങ്ങളും ആവശ്യമില്ലാത്ത ഓരോ വിമർശനങ്ങളും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ തന്നെയാണ് ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനും നിങ്ങളെ വിമർശിക്കാനും മോശം പറയാനായിട്ടും ഒക്കെയുള്ള അവസരങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഫാമിലിയിലെ അച്ഛനും അമ്മയാണ് വിചാരിക്കേണ്ടത് നിങ്ങൾ എന്തൊക്കെയാണ് ഈ ചെയ്തു കൂട്ടുന്നതെന്ന്. നിങ്ങൾക്കിപ്പോൾ സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടീനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു, പക്ഷേ ഞങ്ങൾ ഇപ്പം ആഡംബരമായിട്ട് ഒരു കല്യാണമോ റിസപ്ഷനോ നടത്താനായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലല്ല, അത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ കോൺട്രവേഴ്സി ഒന്നും ഉണ്ടാകത്തില്ല. അവർ ഒളിച്ചോടി പോയി എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കിന് നിങ്ങൾ തീർച്ചയായിട്ടും
വിമർശിക്കപ്പെടും. നിങ്ങളെ ഒരുപാട് ആളുകൾ വിമർശിക്കും, വളരെ മോശം പറയും, അതൊക്കെ ചെയ്യും. അപ്പം നിങ്ങൾ ഈ യൂട്യൂബേഴ്സിന് നേരെ ചാടിയിട്ടോ ഇല്ലെങ്കിൽ അവർക്ക് നേരെ ആക്രോശിച്ചിട്ടോ ഒന്നും യാതൊരു പ്രയോജനവും ഇല്ല. ഇതിനെല്ലാം കാരണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഫാമിലിയിലെ അച്ഛനും അമ്മയും ഒക്കെ തന്നെയാണ്. നിങ്ങളുടെ എന്താണ് ചിന്താഗതി, നിങ്ങൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ട് എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ പ്രവൃത്തികളൊന്നും ചെയ്യത്തില്ല. നിങ്ങൾക്ക് തീരെ ബുദ്ധിയില്ലേ, മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത്? അപ്പം നിങ്ങൾ ഈ വിമർശനം നിങ്ങളെ ഒരുപാട് നടത്തുന്നു യൂട്യൂബേഴ്സ് എന്നൊക്കെ പറയുമ്പം അതിനകത്തൊന്നും വലിയ കഴമ്പുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ സ്വയമാണ് നിങ്ങൾക്ക് ഇങ്ങനെ വിമർശിക്കപ്പെടാനായിട്ടുള്ള കാരണങ്ങൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. യൂട്യൂബേഴ്സിൻ്റെ പണിയാണ് ഈ റിയാക്ഷൻസ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകളുടെ പണി തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ എടുത്ത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവർ റിയാക്ട് ചെയ്യുമ്പോൾ അവരെ പിന്നെ തെറി പറഞ്ഞിട്ടോ മോശം പറഞ്ഞിട്ടോ ഒന്നും യാതൊരു പ്രയോജനവും ഇല്ല. തെറ്റ് മുഴുവൻ നിങ്ങളുടെ ഭാഗത്താണ്. നിങ്ങൾ ഈ ഒരു കാര്യം ഡീൽ ചെയ്ത രീതി ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യത്തെ സമീപിച്ചത് വളരെ മോശപ്പെട്ട ഒരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇന്ന് വളരെ മോശമായിട്ടുള്ള വിവാദങ്ങളിൽ ചെന്ന് ചാടിയിരിക്കുന്നതും ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്രയധികം വിമർശിക്കപ്പെടുന്നതും. നിങ്ങളോട് എനിക്ക് ഉളുപ്പുണ്ടോ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. അപ്പം ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.